നമസ്കാരം. മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും മനോഹരമായ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന ലോകമെമ്പാടും ജനങ്ങൾ ജാതി മത വർഗ ഭേദമന്യേ ആഘോഷിക്കുന്ന ലോക രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ്, തിരുപ്പിറവി ദിനമാണ് ക്രിസ്മസ്. എന്നാൽ ഈ 2024 ക്രിസ്മസ് ആഘോഷങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് ചില ആശങ്കകൾ സമ്മാനിക്കുകയുണ്ടായി. പാലക്കാട് വിവിധ ഇടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അരങ്ങേറുന്നു, പുൽക്കൂടുകൾ തകർക്കപ്പെടുന്നു. തിരുവല്ലയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അതിലേറ്റവും ഗൗരവ സ്വഭാവമുള്ളത് പാലയൂർ പള്ളിയിൽ നടന്ന ആ ഒരു കരോളിന് നേരെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം അരങ്ങേറുന്നു. മാത്രമല്ല, സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ആ പള്ളിയിലേക്ക് ക്രിസ്മസ് പാതിര കുർബാന അർപ്പിക്കാൻ വരുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഒരു അതിക്രമം അരങ്ങേറിയത് എന്നത് ആ ഒരു സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ അജണ്ടകൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളിൽ ഇന്ന് മറുപടിയുമായി നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 2024 ക്രിസ്മസ് ആഘോഷങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് വലിയ ആശങ്കകൾ സമ്മാനിക്കുന്നു. നമുക്കറിയാം, ഈ തീവ്രവാദികളുടെ വിളനിലമായി കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും കേൾക്കുന്ന സമാനമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ കേരളത്തിലും ആവർത്തിക്കപ്പെടുന്നു. ഇത് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ലേ? ജോർജ്, നമ്മള് കുറെ കാലങ്ങളായി പരമ്പരാഗതമായി കേരളം ക്രൈസ്തവർ ഒരു സുരക്ഷിത ലവണമായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ താരതമ്യേന സാമൂഹിക ഭൂപടത്തിൽ ക്രൈസ്തവർക്ക് മാന്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായി ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ഒരു സ്ഥിതിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജോർജ് പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവരുടെ സുരക്ഷിതത്വ ബോധത്തിന് എന്ന് പറഞ്ഞാൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ ഇവിടെ തങ്ങളുടെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, തങ്ങളുടെ വിശ്വാസം ജീവിക്കുന്നതിന് സുരക്ഷിതത്വം നൽകുന്നില്ല എന്നൊരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ. പ്രത്യേകിച്ച് നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നിരവധി ക്രൈസ്തവ ഭീകരമായ പീഡനങ്ങളുടെ കഥകൾ കേൾക്കുമ്പോഴും ഇവിടെ ഒരു സാമൂഹിക സഹിഷ്ണുതയുടെ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നുകൊണ്ട് നമ്മളൊരു സുരക്ഷിത ബോധത്തിലായി. എന്നാൽ ഇന്ന് വലിയ ഒരു അരക്ഷിതാവസ്ഥ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെ പിടികൂടിയിട്ടുണ്ട്. അതിൽ നമ്മൾ വളരെ വിശേഷപ്പെട്ട് പറഞ്ഞാൽ, കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ ഒരു അരക്ഷിത ബോധം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് നിരന്തരം ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ ഒരു സ്വച്ഛമായ ജീവിതത്തിന് നേരെ നിരന്തരമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു. അതിൽ നമ്മൾ ഉദാഹരണം എടുത്താൽ, ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളോട് ഗവൺമെന്റുകളുടെ നിലപാടുകളാണ്. ഇപ്പൊ കേരള സർക്കാരാണ് തന്നെങ്കിൽ കുറച്ചു വർഷങ്ങളായി ക്രൈസ്തവരുടെ ആരാധനയ്ക്ക് മാത്രം നിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന വിശേഷപ്പെട്ട ദിവസങ്ങൾ അത് ഒക്കുപ്പൈ ചെയ്യാണ്. വിവിധ പരിപാടികൾ വെച്ച്, അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ വെച്ച്, PSC ടെസ്റ്റുകൾ വെച്ച് ആ ആരാധനയ്ക്കുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ചകളിൽ നിരന്തരമായ പഠനങ്ങൾ വെക്കുന്നു, പരീക്ഷകൾ വെക്കുന്നു. ക്രിസ്മസ് ദിവസങ്ങളിൽ പോലും ഈ NCCയുടെ ഒക്കെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു, മത്സര പരീക്ഷകൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പൗരാവകാശത്തിൽ, മതേതര ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു പൗരർ എന്ന നിലയിലുള്ള, സമൂഹം എന്ന നിലയിലുള്ള നമ്മുടെ സ്വച്ഛമായ ജീവിതത്തിനും അവകാശങ്ങൾക്ക് നേരെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കടന്നുകയറ്റം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഗൗരവമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണകൂടം തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിലാണ്, അതിന്റെ തുടർച്ചയെന്നോടമാണ് ഈ സാമൂഹ്യ അസഹിഷ്ണുത ഈ ഭരണ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ചില പോഷക സംഘടനകളിൽ നിന്ന്, വർഗീയ സംഘടനകളിൽ നിന്ന്, അങ്ങനെയുള്ള സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള പ്രകോപനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കാസർഗോഡ് ഒരു PSCയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പുൽക്കൂട്, അതിലെ ഉണ്ണീശോയുടെ ഒരു തിരുസ്വരൂപം അതെടുത്തുകൊണ്ട് പുഴയിൽ കളയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കണ്ടു. ബൈബിൾ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ ജോർജ് സൂചിപ്പിച്ചതുപോലെ
ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. എന്തിന്? സ്കൂളിൽ കുട്ടികളുടെ ഒരു സാംസ്കാരികമായ ഒരു ഇടപഴകലിന്റെ ഭാഗമായിട്ട് നാളത്തെ പൗരന്മാരെന്ന നിലയിൽ വിവിധ മതവിഭാഗങ്ങളെയും അവരുടെ ആഘോഷങ്ങളെ അടുത്തറിഞ്ഞ് ഒരു വിശാലമായ സഹിഷ്ണുത മനോഭാവമുള്ള പൗരസമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ഈ സ്കൂളുകളിലെ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ അവിടേക്ക് വരെ വിഷവുമായിട്ട് ഈ തീവ്ര സംഘടനകളുടെ ആളുകൾ എത്തുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പൗരസമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെത് മാത്രമല്ല, ഭാരതത്തിൻ്റെതോ ലോകത്തിൻ്റെ തന്നെ ഇന്നത്തെ സാംസ്കാരിക വളർച്ചയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് ഇവിടുത്തെ സാമൂഹിക ചുറ്റുപാടുകളോട് നിയമ സംവിധാനങ്ങളോട് അങ്ങേറ്റം ഇണങ്ങിക്കഴിയുന്ന ക്രൈസ്തവ സമൂഹത്തിനെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പാലയൂര് സംഭവം എന്നൊക്കെ പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ അതിനൊരു ന്യായീകരണമില്ലാത്ത, ജനാധിപത്യ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പബ്ലിക് സർവന്റ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, അദ്ദേഹമാണ് അവിടെ ഒരു ആരാധനാലയത്തിന്റെ ഉള്ളിൽ കടന്ന് അവിടെ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നക്ഷത്രമൊക്കെ, പള്ളിമുറ്റത്തെ നക്ഷത്രം തൂക്കി എറിയുമെന്ന് പറയാൻ രാഷ്ട്രീയം, ഇത് എന്ത് ഉദ്യോഗസ്ഥ രാജ് നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ആ ഒരു ദുർഭരണം, എന്താണ് ഉദ്യോഗസ്ഥ ദുർഭരണം എന്ന് പറയുന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. അദ്ദേഹം അവധിയിൽ പോകുന്നതും അതിനുശേഷം ശബരിമലയിൽ ഡ്യൂട്ടിക്ക് ഇടുമെന്നാണ്. എന്തെങ്കിലും മാനസാന്തരം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് മാറുന്ന ഒരു കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ ചില അടയാളങ്ങളായിട്ട് വേണം നമ്മൾ ഇതിനെ വായിച്ചെടുക്കാൻ. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നല്ല, മറിച്ച് ക്രൈസ്തവരോട് നേരെയുള്ള ഈ സമൂഹത്തിന്റെ മനോഭാവം മാറുന്നു, അസഹിഷ്ണുതകൾ വർദ്ധിച്ചു വരുന്നു, മറ്റൊരു മതത്തെയോ അതിന്റെ ആചാരങ്ങളെയോ ആഘോഷങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം നിരന്തരമായ പ്രകോപനങ്ങൾ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് സീസണിലാണ് ചില ഇസ്ലാമിക പണ്ഡിതരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിനെതിരെ വളരെ മോശമായ ഉന്നയിച്ചുകൊണ്ട് വെളിയിൽ വരുന്നു. അപ്പോൾ ഇത്തരം ആളുകളുടെ ഇത്തരമുള്ള വർഗീയ പ്രചരണങ്ങൾ കൊണ്ട് പൊതുസമൂഹം മലിനമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹം മലിനമാകാണ്. ചെറുപ്പക്കാര്, അടുത്ത തലമുറ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ, അല്ലെ ലോകത്തിലെ ക്രൈസ്തവർ മൗമുദിസത്തിനും സവർക്രിസത്തിനും ഇടയിൽപ്പെട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ആക്രമണങ്ങൾ, അത് സിറിയയിൽ നമ്മൾ കാണുന്നുണ്ട്. സിറിയയില് ക്രിസ്മസ് ട്രീ കത്തിക്കുന്ന സംഭവം, അത് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിലേക്കാണ് കടന്നു വരുന്നത്. ഇനി ബംഗ്ലാദേശിലാണെങ്കിൽ ഈ ക്രിസ്മസ് ദിവസത്തിൽ 17ഓളം ക്രൈസ്തവ ഭവനങ്ങളാണ് ഈ വിപ്ലവകാരികൾ, എന്താണ് മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ഈ ഇസ്ലാമിസ്റ്റുകൾ, അതെ, മുല്ലപ്പൂവിന് ചോരയുടെ ഗന്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിപ്ലവം കഴിയുമ്പോഴല്ല. എല്ലായിടത്തും അതാണ് സംഭവിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ഈ വിപ്ലവം നടന്ന ഒരു രാജ്യത്തും പിന്നെ ക്രൈസ്തവർ സ്വച്ഛമായിട്ടോ സ്വസ്ഥമായിട്ടോ ജീവിച്ചേ ഇല്ല. പലായനത്തിനും കൂട്ടക്കുരുതിക്ക് വിധിക്കപ്പെടുകയാണ്. കട്ടച്ചോരയുടെ ദുർഗന്ധമാണ് മുല്ലപ്പൂ വിപ്ലവം നടന്ന ങ്ങളിൽ അവശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഭീകരമായ ക്രൈസ്തവ പീഡനം, ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യില്ല. തൽപര കക്ഷികളായിട്ട് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, സാംസ്കാരിക പ്രവർത്തകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ഇരകളാകുന്നു. യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ പൗരാവകാശങ്ങൾ ധ്വംസിക്കുമാറ് നിരന്തരം പ്രകോപിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. പലരും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എണ്ണം ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിപ്പോ ഒരു ഒറ്റപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരമായ പ്രകോപനങ്ങൾ നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റാരുടെയും, കേരളത്തിലോ ഇന്ത്യയിലോ മറ്റൊരു ഇപ്പം നമ്മൾ യൂറോപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ, അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ എടുത്താൽ, അവിടെയുള്ള ഹൈന്ദവർ എത്രയോ സ്വസ്ഥമായിട്ടാണ് അവിടെ ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ പണിയുന്നതും അവർ ആരാധനകൾ നടത്തുന്നു, ഘോഷയാത്രകൾ നടത്തുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒരു ഇതര മതസ്ഥർക്കെതിരെയും അവിടെ യാതൊരു ആക്രമണവും നടന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ധാർമ്മികതയുടെ ഭാഗമാണ് എല്ലാവരെയും ആദരിക്കുക എന്നുള്ളത്. പക്ഷേ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹൈന്ദവരും മുസ്ലിം മതസ്ഥരും അനുഭവിക്കുന്ന ഈ ഒരു സുരക്ഷിത ബോധം അവർ ഭൂരിപക്ഷമായിരിക്കുന്നിടത്ത് ക്രൈസ്തവർ അനുഭവിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. യൂറോപ്പിലും വലിയ അമ്പലങ്ങൾ പണിയാനോ ആരാധന നടത്താനോ അവിടെയുള്ള ഹൈന്ദവർക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല. ഘോഷയാത്രകൾ നടത്താൻ തടസ്സമില്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം ജീവിക്കാനോ പ്രചരിപ്പിക്കുന്നതിനോ തടസ്സമില്ല. ഏത് പബ്ലിക് സ്ഥലങ്ങളിലും അവർക്ക് അവരുടെ നിസ്കാരങ്ങൾ നടത്താൻ തടസ്സമില്ല.
ഒപ്പം അതിന്റെ പിന്നിൽ ഒരു കാര്യം കൂടി നമുക്ക് വായിച്ച് നോക്കാവുന്നതല്ലേ? അതായത് ക്രൈസ്തവർക്കെതിരെ എന്ത് അതിക്രമം കാണിച്ചാലും, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല. അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ചിന്താഗതി. അതിലേക്ക് ആ ഒരു ചിന്താഗതി പൊതുസമൂഹത്തെ കൂടുതൽ ഗ്രസിച്ചിരിക്കുന്നതായിട്ട് ഈ സമീപ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന പല വിഷയങ്ങളും സൂചന നൽകുന്നില്ലേ? തീർച്ചയായിട്ടും ഏത് ആക്രമണത്തെയും ഏത് തരത്തിലുള്ള അന്യായത്തെയും മൗനം കൊണ്ടോ അല്ലെങ്കിൽ നിസ്സംഗത കൊണ്ടോ ഈ സമൂഹം അത് സഹിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വളരുകയും പടരുകയും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീവ്ര നിലപാടുകാർക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ അസഹിഷ്ണുതകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിനുള്ള ധൈര്യം കിട്ടുന്നു. ഇവിടെ ക്രൈസ്തവ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം, തങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ഒരു കാരണവുമില്ലാതെ പ്രകോപിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഒരുമിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ റീത്തുകൾക്കോ അല്ലെങ്കിൽ ആദർശങ്ങൾക്കോ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിനോ അപ്പുറം കേരളത്തിലെയും ഭാരതത്തിലെയും ക്രൈസ്തവർ ഒരുമിക്കുക എന്നുള്ളത് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. അപ്പോൾ അവിടെ നാൾക്ക് നാൾ നമുക്കിടയിൽ നിസ്സാര കാരണങ്ങളെക്കുറിച്ചും മനുഷ്യനിർമ്മിതമായ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും കുറിച്ചുള്ള ഭിന്നതകളും തർക്കങ്ങളും വർദ്ധിച്ചു വരികയും സ്വതവേ ദുർബലമായിട്ടൊരു സമൂഹം കൂടുതൽ കൂടുതൽ ഛിദ്രത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ചിതറിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് വളരെ സൗകര്യപ്രദമായിട്ട് മാറുകയാണ്. നമുക്കിടയിൽ ഇനിയും രൂപപ്പെടേണ്ട ഒരു വലിയ ഐക്യത്തെക്കുറിച്ചും ഒരു കൂട്ടായ്മയെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ജോർജി തുടരെ തുടരെ ആവർത്തിക്കപ്പെടുന്ന ഈ ഓരോ പ്രകോപനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ക്രൈസ്തവർ നാട് വിടുന്ന ഒരു സ്ഥിതിവിശേഷവും അതും പലപ്പോഴും ഒരു കാരണമായി മാറുന്നില്ല. അതായത് ക്രൈസ്തവരുടെ ആത്യന്തികമായി പറയുകയാണെങ്കിൽ ജനസംഖ്യ ഇവിടെ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ തലയെണ്ണത്തിനാണല്ലോ ജോർജി പ്രാധാന്യവും വിലയും ഉള്ളത്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലും ഒക്കെ അപ്രസക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ആരാണ് ഗമനിക്കുന്നത്? അതുകൊണ്ടാണല്ലോ മുല്ലമ്പം പോലെയുള്ള വിഷയങ്ങളിൽ 39 ക്രൈസ്തവ MLA മാർ നിയമസഭയിൽ ഉണ്ടായിട്ടും അവരിൽ ഒരാൾ പോലും അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടായില്ല. ഈ ആക്രമണങ്ങളൊക്കെ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്രയും MLA മാരെ ഉണ്ടായിട്ട് അവരിൽ ഒരാൾക്ക് പോലും ഈ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല മുൻപ് ജനതയ്ക്ക് ഇത്തവണത്തെ ക്രിസ്മസിന് നിരാഹാരം ഇരിക്കേണ്ടി വന്നു. അതും നാം ചേർത്ത് വായിക്കേണ്ടതാണ്. അതാണ് കാരണം, അവർ അപ്രസക്തരാണ്. അവർക്ക് ഇവിടുത്തെ വോട്ട് ബാങ്കിൽ ക്രൈസ്തവർ അപ്രസക്തരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോർജി വളരെ ഗൗരവമായിട്ടുള്ള കാര്യം, വിജിത്ത് എന്ന് പറയുന്ന SI അവിടെ പള്ളി കോമ്പൗണ്ടിൽ കയറി ഒരു ഗുണ്ടാ തലവന്റെ രീതിയിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ്. യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ തിരുപ്പിറവിയിൽ അന്ന് അസ്വസ്ഥനായ ഒരേ ഒരാൾ ഉണ്ടായിരുന്നു. അത് കുറുക്കന്റെ കൗശലവും കൗടില്യവുമുള്ള ഹെറോദേസ് എന്ന് പറയുന്ന രാജാവാണ്. അയാളുടെ പരിവാരങ്ങളും മാത്രമേ യേശുവിന്റെ ജനനത്തിൽ അസ്വസ്ഥമായുള്ളൂ. ബാക്കി സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയായിരുന്നല്ലോ തിരുപ്പിറവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുകയാണ് കരോൾ സംഘങ്ങൾ ചെയ്യുന്നത്. അതാണ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നത്. അത് പൊതുവിടങ്ങളിൽ നടത്തുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ, അത് യേശു എന്ന് പറയുന്ന വ്യക്തി ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു മഹാസന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ആ സന്തോഷത്തിന്റെ സദ്വാർത്തയെ ഭയപ്പെടുന്നത് ഈ കുറുക്കന്റെ കൗശലമുള്ള ഹെറോദിന്റെ ഒരാത്മാവ് ബാധിച്ച വ്യക്തികളും സംവിധാനങ്ങളും മാത്രമാണ്. അപ്പോൾ ഹെറോദുമാർ നമുക്കിടയിൽ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ജോർജി നമ്മൾ ഭയപ്പെടേണ്ടത്. അതിനെതിരെയാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. ഈ പോലീസ് സേനയിലെ ക്രൈസ്തവ സാന്നിധ്യത്തെക്കുറിച്ച്, സിവിൽ സർവീസിലെ സർക്കാർ സംവിധാനത്തിലെ ക്രൈസ്തവ സാന്നിധ്യത്തെക്കുറിച്ച് കൂടെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇങ്ങനെയുള്ള തീവ്ര ചിന്താഗതിക്കാരായത് പച്ച വെളിച്ചത്തിലോ കാവ്യ വെളിച്ചത്തിലോ ഒക്കെ ചേർന്ന് അതിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഈ സർക്കാർ ജോലിക്കാരാണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ളതെങ്കിൽ നമുക്ക് എവിടെയാണ് ക്രൈസ്തവർക്ക് ഇനി നീതി പ്രതീക്ഷിക്കാനുള്ളത്? നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വിദേശങ്ങളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു. പല കാരണങ്ങളാൽ അവരതിനെ ന്യായീകരിക്കുന്നു, കുടിയേറ്റങ്ങളെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവശേഷിക്കുന്ന ഒരു സമൂഹത്തിന് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടെ സർക്കാർ ഭരണത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയത്തിൽ ന്യായമായ ഒരു പ്രാതിനിധ്യം നമുക്കുണ്ടായില്ലെങ്കിൽ ഇങ്ങനെയുള്ള വർഗീയ ശക്തികളുടെ ചട്ടുകങ്ങളാവുന്ന ഉദ്യോഗസ്ഥ ലോബിക്ക് നിർബാധം നമ്മളെ വേട്ടയാടാനും ഭീഷണിപ്പെടുത്താനും നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കാനും സാധിക്കും.
അതുകൊണ്ട് ഇതൊക്കെ ചില നമ്മളെ ക്രൈസ്തവ സമൂഹത്തെ ഉണർത്തുന്ന സംഭവങ്ങളായിട്ടാണ്, നമ്മുടെ അലസതയും നമ്മുടെ ജാഗ്രതക്കുറവിനെയും ഓർമ്മിപ്പിക്കുന്ന, നമ്മൾ ഉണരണം, ഇവിടെയുള്ള ക്രൈസ്തവർ ഒരുമിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന അടയാളങ്ങളായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ജോർജ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ വ്യക്തമാണ് ഫാദർ ടോം മുല്ലിക്കരോട്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ആശങ്കകൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ അത് കൃത്യമായിട്ടുള്ള ഒരു ഉണർത്ത് പാട്ട് തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ഭാവി എന്തായി തീരും എന്നതിനെ പറ്റി വളരെ ആശങ്കകൾ ഉണ്ട്. ഈ ഇത്തരം സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ ചില കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കൂടി ഫാദർ ടോം മുല്ലിക്കരോട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവയ്ക്കുകയുണ്ടായി. വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ കേരളത്തിൽ നടന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ടോം മുല്ലിക്കരോട്ട് അങ്ങേക്ക് നന്ദി. താങ്ക് യു.